നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ 7-ാം തീയതി അമാവാസിയാണ്. മറ്റന്നാൾ 8-ാം തീയതി കുബേര ജയന്തി ദിവസമാണ്. ഈ 2 ദിവസങ്ങളിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുവാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള പ്രോഗ്രാമിലേക്ക് കിടക്കാം. നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് 2024 മെയ് മാസം 7-ാം തീയതി, കൊല്ലവർഷം 1199, മേടമാസം 24-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:08 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 3:20 4:52 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:20 12:43 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 9:12 10:44 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 12:16 1:48 മധ്യയാണ്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ്. ആ ദിവസവും കൂടി ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. അത് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസവും കൂടിയാണ്. വിദ്യാരംഭത്തിനും ശില്പകല ആരംഭിക്കുന്നതിനും എന്തെങ്കിലും നമ്മൾ പഠിക്കുവാനോ കലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പിന്നെ ഈ മത്സരം, പിന്നെ ഈ മരുന്ന് ഒക്കെ ഉണ്ടാക്കുവാനും മരുന്നുകൾ കഴിച്ചു തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസം കൂടിയാണ്. നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചകദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചകദോഷമുണ്ട്. അപ്പം അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചകദോഷം എന്ന് പറയുന്ന ദോഷമുണ്ട്. അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട്, മരണാനന്തര ദോഷം നമുക്ക് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിറക്കം തലമുറകളെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മൃത്യുദോഷത്തെക്കുറിച്ച് പറയാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. 2024 മെയ് 8, കൊല്ലവർഷം 1199, മേടം 25-ാം തീയതി ബുധനാഴ്ചയാണ്. കുബേര ജയന്തി ദിവസം കൂടിയാണ്. സൂര്യോദയം രാവിലെ 6:07 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:15 1:47 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം 12:20 12:42 മധ്യയാണ്. ഗുളികൻ ഉദയം 10:43 12:15 മധ്യയാണ്. അതേപോലെ യമകണ്ഠ സമയം 7:39 9:11 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ്. നേരത്തെ പോലെ തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാസ്തുപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ്. മാത്രമല്ല പരിഹാരക്രിയകളെല്ലാം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. നമുക്കെന്തെങ്കിലും അതേപോലെ തന്നെ വീട് വയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കിണറൊക്കെ കുഴിക്കുവാൻ. അപ്പം ഈ കിണർ, അതേപോലെ തന്നെ ഈ കൃഷിക്ക് ആവശ്യമായ കുളങ്ങളൊക്കെ കുഴിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. നമുക്ക് ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം. മാത്രമല്ല വിദ്യാഭ്യാസം, എന്തെങ്കിലും പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുവാനും മരുന്ന് നിർമ്മാണത്തിനും മരുന്ന് കഴിച്ചു തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം. വളരെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസം കുബേര ജയന്തിയും. അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചകദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. ഭരണി നക്ഷത്രക്കാർ അകന്നാൾ ദോഷം എന്ന് പറയുന്നൊരു ദോഷം മാത്രമേ എന്നുള്ളൂ. അപ്പോൾ ഈ 2 ദിവസവും നമുക്കൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്. നാളെ അമാവാസി ദിവസമാണ്. അമാവാസി ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മെഡിറ്റേഷൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്. അമാവാസിയുടെ ദിവസം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പൗർണമിക്ക് പറഞ്ഞതുപോലെ തന്നെ അമാവാസിയുടെ അന്ന് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമുക്കൊരു വിളക്ക് കത്തിച്ച് വയ്ക്കണമെങ്കിൽ കത്തിച്ച് വയ്ക്കാം. ആ പൗർണമിക്ക് വിളക്ക് വേണ്ട, പകരം നമുക്ക് ചന്ദ്രനെ നോക്കാം. അമാവാസി ദിവസം നമ്മുടെ ഫ്രണ്ടിൽ, അതായത് നമ്മൾ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഗ്യാപ്പിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം. കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കണ്ണടച്ചിരുന്നു കൊണ്ട് ശ്വാസം എടുത്ത് വിടുക. മീൻസ് ശ്വാസം എടുത്ത് വിടുമ്പോൾ പ്രാണായാമം പോലെയാണ്. ഒരു വല്ല
തീറ്റ ലെവൽ ബ്രീത്തിങ് പോലെ അല്ലാതെ നമുക്ക് കൗണ്ട് ചെയ്തിട്ടെടുക്കണം. 1 2 3 4 എന്ന് പറയുന്ന സമയത്ത് ശ്വാസം എടുക്കുക, 1 2 3 4 ഉള്ളിൽ നിർത്തുക, 1 2 3 4 റിലീസ് ചെയ്യുക, 1 2 3 4 ഫ്രീ ആയിട്ടിരിക്കാം. ഇങ്ങനെ ശ്വാസം എടുത്ത് ഒരു 7 പ്രാവശ്യമെങ്കിലും മിനിമം ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുക. എന്നതിന് ശേഷം കണ്ണ് തുറന്നതിന് ശേഷം ആ ദീപത്തിൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ദീപത്തിൽ ഇമവെട്ടാതെ കണ്ണടയ്ക്കാതെ കുറച്ച് നേരം നോക്കിയിരിക്കുക. നോക്കിയിരുന്നൊരു എത്ര നേരം നോക്കുക, കണ്ണൊക്കെ നിറയിച്ച ആൾക്കാർക്ക് കണ്ണ് നിറയുന്ന സമയത്ത് കണ്ണങ്ങ് അടച്ചോളൂ. കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം കണ്ണങ്ങടയ്ക്കുക. അടച്ചിട്ട് നമ്മൾ ശ്വാസം, സാധാരണ നമ്മൾ ശ്വാസം എടുക്കുന്നത് തീറ്റ ലെവൽ ബ്രീത്തിങ്ങിലോട്ടാണ് പിന്നെ പോകുന്നത്. അതായത് നോർമലി നമ്മൾ ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തെ ഒന്ന് കാണാൻ മാത്രം ശ്രമിക്കുക. അതായത് നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്, എപ്പോഴും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മളൊന്ന് നോക്കിക്കാണുക. അതായത് മൂക്കിൻ്റെ ഈ ഭാഗത്ത്, മൂക്കിൻ്റെ തുമ്പത്ത് നമ്മളുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവരണം എന്നർത്ഥം. എന്നതിന് ശേഷം നമ്മൾ ആ ഇരിക്കുന്ന ആ ശ്വാസം എടുക്കുന്നതും പുറത്തോട്ട് പോകുന്നതും എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം നമ്മൾ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് കളറും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖവും ദുരിതവും എല്ലാ നമ്മുടെ പ്രശ്നങ്ങളും ആ ബ്ലാക്ക് കളറിലൂടെ പുറത്തോട്ട് പോയി എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. വളരെ 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 പവർഫുള്ളൊരു മെഡിറ്റേഷനാണ്. പൗർണമിക്കും അമാവാസിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അമാവാസിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വിളക്കിൻ്റെ മുന്നിലിരുന്നാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇത് ചെയ്യൂ. ഈ 2 ദിവസങ്ങൾ വളരെ ശക്തമായിട്ടുള്ള 2 ദിവസങ്ങളാണ്. മാത്രമല്ല ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തുന്നത് അമാവാസിയാണ്. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ഈ അമാവാസിയും പൗർണമിയും. അപ്പം നാളത്തെ കാര്യമാണ്. നാളെ നിങ്ങളത് മറക്കാതെ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ എവിടെ ഇരുന്നാലും ഇപ്പം വിളക്ക് കിട്ടാത്തവരൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലും മതി. എന്നതിന് ശേഷം ഇത് ഈ പറയുന്ന രീതിയിൽ നിങ്ങളത് ചെയ്തോളും. ഇത്രയും ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്തോളും. മറ്റന്നാൾ കുബേര ജയന്തി ദിവസമാണ്. സൂര്യദേവ മഠത്തിൽ നാളെ സമൂഹ പൊങ്കാലയൊക്കെ ഉണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ വന്ന് പൊങ്കാലയ്ക്കൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. മറ്റന്നാളത്തേക്കാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. മറ്റന്നാൾ സൂര്യദേവ മഠം കുബേര ആശ്രമത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, രാവിലെ കുബേര ഹോമം നടക്കുന്നുണ്ട്. കുബേര ഹോമത്തിൽ കുറച്ച് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ വന്ന് ബുക്ക് ചെയ്യാം. കുബേര ഹോമത്തിൽ പങ്കെടുക്കുന്നവർ 8 മണിക്ക് മുന്നേ ഇവിടെ ആശ്രമത്തിൽ എത്തിച്ചേരണം. ഭഗവാന്റെ രാഫി ബുദ്ധയുടെ അല്ലെങ്കിൽ കുബേര ഭഗവാന്റെ ജന്മദിനമാണ് മെയ് 8. അന്ന് ഇദ്ദേഹത്തിനോട് നമുക്ക് എന്ത് ചോദിച്ചാലും ഇദ്ദേഹം കനിഞ്ഞ് നൽകും. അടുത്ത മെയ് 8-ന് മുമ്പ് നമുക്ക് എന്ത് കാര്യം അത് സാധിച്ചിരിക്കും. അത്രയും പവർഫുള്ളാണ്. മെയ് 8-ന് നമ്മൾ പൂജ ചെയ്യും. നിങ്ങളുടെ വീട്ടിലൊരു ലാഫിംഗ് ബുദ്ധ ഉണ്ടെങ്കിൽ അത് എനർജൈസ് ചെയ്തുകൊണ്ട്, ഞാനിപ്പോഴും പറയാറുണ്ട്, ഇടത് കയ്യിൽ വയ്ക്കുക, വെള്ളം ഒഴിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് വിശദമായിട്ട് പല വീടുകളിലും ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോകളിലും അത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഒരു മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ കഴിയാത്തുള്ളൊരു വീടുകളിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്വീറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. ഡ്രിങ്ക്സ്, അതായത് മീൻസ് കൊക്കോക്കോള ഇങ്ങനെയുള്ള സാധനം. സാറിന് ഞാൻ കംബോഡിയ ചൈനയിലൊക്കെ പോയപ്പോൾ അവിടെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാഫിംഗ് ബുദ്ധയുടെ മുന്നിൽ വയ്ക്കുന്നതെന്ന് വെച്ചാൽ കൊക്കോക്കോള വെച്ചിട്ടുണ്ട്, പെപ്സി വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്, സിഗരറ്റ് വെച്ചിട്ടുണ്ട്, മദ്യം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ സ്വീറ്റ്സ് എല്ലാം നമുക്ക് കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ആരാധിക്കാം. മാത്രമല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞത് കുബേര ഹോമം ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുബേര ഹോമത്തിൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുവാൻ ശ്രമിക്കുക. കുബേര ഹോമം കഴിഞ്ഞ ഉടനെ കുബേര പൂജ ഉണ്ട്. കുബേര പൂജ എന്ന് പറയുമ്പോൾ നോർമലി എല്ലാ ശനിയാഴ്ചയും നടക്കുന്നത് പോലത്തെ കുബേര ഹോമമാണ്, കുബേര പൂജയാണ്. അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കുബേര പൂജ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് പറഞ്ഞു തരും. ആ രീതിയിൽ നിങ്ങൾ കുബേര പൂജ ചെയ്യേണ്ടതുണ്ട്. അത് കുബേര പൂജയ്ക്ക് മുമ്പ്, കുബേര പൂജയ്ക്ക് ശേഷം അല്ലെങ്കിൽ മുമ്പ് നമുക്ക് സമയമുള്ളപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത നടക്കുന്നുണ്ട്. അതായത് പുഷ്പാഭിഷേകം. ഭഗവാന് പുഷ്പാഭിഷേകം ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ തയ്യാറെടുപ്പൊക്കെ ചെയ്തു വച്ചിട്ടുള്ളത്. അതായത് പൂ കൊണ്ട് ഭഗവാനെ മൂടുക എന്നാണ് അതിൻ്റെ അർത്ഥം. പുഷ്പാഭിഷേകം, നിങ്ങൾക്ക് പുഷ്പാഭിഷേകം ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 1001 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും നക്ഷത്രവും അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു പറപ്പൂവ് ഭഗവാൻ അഭിഷേകം ചെയ്യും. ഒരു പറപ്പൂവാണ് ഞങ്ങൾ അഭിഷേകം ചെയ്യുന്നത്. അരളിപ്പൂ ഒഴിച്ച് ബാക്കി എല്ലാ പൂക്കളുമാണ്. ഞങ്ങൾ തെറ്റിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. തെറ്റിപ്പൂയ്ക്ക് അല്പം കോസ്റ്റ്ലിയാണ്, വില കൂടുതലാണ്. അതുകൊണ്ടാണ് തെറ്റിപ്പൂര് ഈ 1001 രൂപ എന്ന് പറയാൻ കാരണം. തെറ്റിപ്പൂയ്ക്ക് 1 കിലോയ്ക്ക് ഇപ്പോൾ 500 രൂപയ്ക്ക് പുറത്തുണ്ട്. നമുക്ക് 1.5 കിലോയുടെ പൂ വേണ്ടി വരും ഒരു പറയ്ക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് 1001 രൂപയാണ് അതിൻ്റെ റേറ്റ്.
അപ്പോൾ നിങ്ങൾക്ക് ഭഗവാന് പുഷ്പാഭിഷേകം ചെയ്യണമെങ്കിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് പ്രോഗ്രാം ലൈവായിട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ പുഷ്പാഭിഷേകം നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ടുമാണ് ഭഗവാന് പുഷ്പാഭിഷേകം ചെയ്യുന്നത്. പുഷ്പാഭിഷേകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും പവർഫുള്ളാണ്. ഈ വിഗ്രഹം കംപ്ലീറ്റ് പുഷ്പാഭിഷേകത്താൽ മൂടപ്പെടും അന്ന്. അപ്പോൾ അതുകൊണ്ട് അത് മെയ് 8-ാം തീയതി ഉച്ചയ്ക്കാണ് അത് ചെയ്യുന്നത്. പുഷ്പാഭിഷേകം നടക്കുന്നുണ്ട്. പിന്നെ കുബേര പൂജയ്ക്ക് വരുന്നവർക്കൊരു പ്രത്യേകം മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾ തേങ്ങ കൊണ്ടുവരാൻ മറക്കരുത്. വീടിന് 3 വല തൊഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞോ ഒക്കെ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഓരോ തേങ്ങയും കൊണ്ടുവന്ന് മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കാം. ഈ 2 കാര്യങ്ങൾ, കാരണം മെയ് 8 ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ലാഫിംഗ് ബുദ്ധ വിഗ്രഹം ഉണ്ടായാലും വയ്ക്കുക. ലാഫിംഗ് ബുദ്ധ വിഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ ബുദ്ധൻ്റെ വിഗ്രഹത്തെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ കുബേര ഭഗവാന് കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളൊരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ കുറച്ച് 1-2 ലഡുവോ ജിലേബിയോ ഒക്കെ വെച്ചിട്ട് ഭഗവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എൻ്റെ ഫലം ഉണ്ടാവും. എല്ലാവർക്കും ഇവിടെ വരാം. പിന്നെ മറ്റൊരു അറിയിപ്പും കൂടെ, സനാതനധർമ്മത്തിൻ്റെ ഡൽഹി നമുക്ക് ഇവിടത്തേക്ക് ഈ ആശ്രമത്തിൻ്റെ തെക്കിൻ്റെ ആശ്രമ പരിസരത്തുള്ള ഒരു 7 പേർക്ക്, അതായത് പാവപ്പെട്ട 7 കുടുംബക്കാർക്ക് സനാതനധർമ്മം ഹിന്ദു കുടുംബങ്ങൾക്ക് സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് തയ്യൽ മെഷീൻ, ഒരു 7 തയ്യൽ മെഷീനും കൂടെ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട്. സുരിദേവ കുബേരാശ്രമവും സനാതന ധർമ്മ സഭയും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഇന്നലെയാണ് ഞങ്ങളത് നിശ്ചയിച്ചത്, വളരെ ഫാസ്റ്റായിപ്പോയി. അപ്പോൾ 7 തയ്യൽ മെഷീൻ 7 പാവപ്പെട്ട കുടുംബക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അത് വെറുതെ വാങ്ങിക്കൊണ്ട് പോകുകയല്ല, അതിനകത്ത് കുറേ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞു തരും. അതൊക്കെ വേണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുള്ളവർക്ക്, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇവിടെ ബുക്ക് ചെയ്യണം. ഇവിടെ നോക്കിയതിന് ശേഷമാണ് അത് കൊടുക്കുന്നത്. അതും കൂടെ മെയ് 8-ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുരിദേവമഠം കുബേരാശ്രമത്തിലേക്ക് മെയ് 7-ാം തീയതി വന്നോളൂ. നമുക്കിവിടെ ചെറിയ സൗകര്യങ്ങളൊക്കെ കൊണ്ട് താമസിക്കുക. നമുക്കിവിടെ താമസിച്ചുകൊണ്ട് മെയ് 8-ാം തീയതി അടിച്ചു പൊളിച്ച് ഭയങ്കര രീതിയിലുള്ള കുബേര പൂജയൊക്കെ നടത്തി ഒരു വർഷത്തേക്കുള്ള നമുക്കൊരു ഒരു ചൈതന്യത്തെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് പോകാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ഒരിടത്തും പോകാതെ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്തോളും. നിങ്ങൾ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.